പ്രധാനമന്ത്രിജി, എൻ്റെ ആദ്യത്തെ ചോദ്യം എന്നത് താങ്കൾ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പറയുന്നത് കേട്ടു, അഴിമതിക്കാർ പാവപ്പെട്ടവരിൽ നിന്നും ഈടാക്കിയ പണം അവർക്ക് തിരികെ നൽകുമെന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ലോകത്ത് തന്നെ ഏറ്റവും ഒരു ചരിത്ര സംഭവമായിരിക്കും. ശരിക്കും അങ്ങനെ ഒരു പ്ലാൻ താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി പറയാമോ? തീർച്ചയായും താങ്കൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം എനിക്കും ഇത് ജനങ്ങളെ കൂടുതലായി അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉദാഹരണത്തിന്, ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ജോലിക്ക് വേണ്ടി പല ആളുകളുടെ നിന്നും ഭൂമി അവരുടെ പേരിലേക്ക് എഴുതി വാങ്ങിയിട്ടാണ് ജോലി കൊടുത്തത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആരൊക്കെയാണ് പണം കൊടുത്തത് എന്നതിന് വ്യക്തമായ തെളിവുകളും രേഖകളും എല്ലാം ഉണ്ട്. തീർച്ചയായും അർഹതപ്പെട്ട ജോലി ലഭിക്കേണ്ട ഒരാൾക്ക് പകരം ഭൂമി കൊടുക്കേണ്ടി വന്നത് തെറ്റല്ലേ? തീർച്ചയായും ആ ഭൂമി അദ്ദേഹത്തിന് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അതിന് നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ബംഗാളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി ലഭിക്കുന്നതിന് ജോലിക്കനുസരിച്ച് എത്ര തുക കൊടുക്കണം എന്നുള്ളത് അവിടെ പരസ്യമായ കാര്യമാണ്. ബംഗാളിൽ അതുപോലെ തന്നെ ടീച്ചർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പണം കൊടുത്തവരുടെ പരാതികൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം ആളുകൾക്ക് നീതി കൊടുക്കാൻ എന്ത് ചെയ്യണം? അതാണ് എൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ കാര്യം തന്നെ നോക്കിയാൽ അവിടെയുള്ള സഹകരണ ബാങ്കുകൾ പൂർണ്ണമായും ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. സാധാരണ ആളുകൾ, വളരെ പാവപ്പെട്ട ആളുകൾ ചുറ്റിപിടിച്ചും മറ്റുമൊക്കെ സമ്പാദിച്ച പണം അവരുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ബാങ്കിലിട്ടിട്ടുണ്ട്. ആ പണം ആ ബാങ്കുകൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മൾ നിയമപരമായി കേസ് അന്വേഷിക്കുന്നുണ്ട്. ബാങ്കിൻ്റെ പല ആസ്തിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഴിമതി നടത്തിയ നേതാക്കളുടെ പണവും കണ്ടുകെട്ടിയിട്ടുണ്ട്. ആ പണം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ആ പണം ശരിക്കും അർഹതപ്പെട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് നിയമപരമായി എന്ത് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കേസിനും ഓരോ രീതിയിലുള്ള നിയമോപദേശമാണ് വേണ്ടി വരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ കൃത്യമായി ആരിൽ നിന്ന് ആർക്കാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖയും തെളിവുകളും ഉണ്ടെങ്കിൽ സർക്കാരിന് ആ പണം തിരികെ കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുത്ത ചരിത്രവും നമുക്കുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഈ രീതിയിൽ 17,000 കോടി രൂപ, ചെറിയ തുകയല്ല, 17,000 കോടി രൂപ സാധാരണക്കാർക്ക് ഈ രീതിയിൽ എൻ്റെ സർക്കാർ തിരികെ കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് ലോകത്തിലെ തന്നെ ആദ്യ സംഭവമായിരിക്കാം. അഴിമതി നടന്നു, കേസന്വേഷിക്കുന്നു, അതിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ രീതിയിലൊക്കെ വാർത്ത വരാറുണ്ട്. എന്നാൽ അവർക്ക് ഈ 17,000 കോടി രൂപ തിരികെ കൊടുത്ത വാർത്ത ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മോദിജി, താങ്കൾക്ക് താങ്കളുടെ 3ാം ടൈമിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? എൻ്റെ 2ാം ടൈമിൽ തന്നെ 17,000 കോടി രൂപ തിരിച്ചു കൊടുത്ത ഒരു ചരിത്രം എനിക്കുണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് തീർച്ചയായും ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും, ഈ രാജ്യത്ത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് ED ഈ രീതിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ പണം അവർക്ക് തിരികെ കൊടുക്കേണ്ടതുണ്ട്. തിരികെ കൊടുക്കാൻ വേണ്ടത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഓരോ കേസിനും പ്രത്യേകം നിയമോപദേശം തേടേണ്ടതുണ്ട്. അതിൻ്റേതായ കാലതാമസം ഉണ്ടാവും. അതിന് ചില നിയമവ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് എൻ്റെ 3ാം ടൈമിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മോദിജി, ഇത് താങ്കൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വളരെ വലിയ സംഭവമായിരിക്കും. അർണബ്ജി, മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തൻ്റെ ഇടമുള്ളത് ആർക്കായിരിക്കും? ജനങ്ങളുടെ പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ രീതിയിലുള്ള കാര്യം ചെയ്യാൻ കഴിയൂ. ഞങ്ങൾ ഒരാളുടെയും പണം ഒരു രീതിയിലും അഴിമതി നടത്തി സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പണത്തിൻ്റെ മൂല്യം ഞങ്ങൾക്കറിയാം. ഇന്ന് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വിശ്വാസമുണ്ട്. നരേന്ദ്രമോദി പറയുകയാണെങ്കിൽ അത് ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. 10 രൂപ അവരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ 8 രൂപയെങ്കിലും തിരികെ കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10 രൂപ പോയെങ്കിൽ 8 രൂപയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം അവർക്കുണ്ടാവും. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഓരോ വിഷയങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഏത് രീതിയിലാണ് വഴിതിരിച്ചു വിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാവരും അഴിമതിക്കെതിരാണെന്നാണ്. വാക്കുകളിൽ മാത്രം, പ്രവൃത്തിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. താങ്കൾ അഴിമതിക്കെതിരെ ഘോര സംസാരിച്ചാണല്ലോ, താങ്കൾ പലർക്കെതിരെയും ആരോപണം ഉന്നയിച്ചല്ലോ, എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല, അവരെ ജയിലിലിടുന്നില്ല എന്നൊക്കെ ആണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ഈ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തി നോട്ടുകെട്ടുകളുടെ മലയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നോട്ടെണ്ണുന്ന ഉപകരണങ്ങളാണ് പല രാഷ്ട്രീയക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്നും ആരും കാണുന്നില്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, എല്ലാം നിയമപരമായി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആരെങ്കിലും രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ആക്രമിക്കുന്നതിന് വേണ്ടി ഞാനൊന്നും ഫാസ്റ്റാക്കാൻ പറയാറില്ല. അന്വേഷണ ഏജൻസിക്ക് മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഞാനും നൽകാറില്ല, മറ്റാരും നൽകാൻ ഞാൻ അനുവദിക്കാറുമില്ല. അത് രാഷ്ട്രീയക്കാരുടെ കാര്യമാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിലും വ്യാപാരികളുടെ കാര്യമാണെങ്കിലും ഡ്രഗ് മാഫിയയുടെ കാര്യമാണെങ്കിലും ഗൺ മാഫിയയുടെ കാര്യമാണെങ്കിലും എല്ലാം
എല്ലാ കാര്യത്തിലും എൻ്റെ സർക്കാരിൻ്റെ സമീപനം ഒന്ന് തന്നെയാണ്. അന്വേഷണ ഏജൻസികൾ അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2014 ഞാൻ അധികാരത്തിൽ വന്നു. അതിനുശേഷം 16, 17, 18 ഓരോ വർഷവും അവരുടെ അന്വേഷണങ്ങളും റെയ്ഡുകളും കൃത്യമായി നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ ഈ രാജ്യത്തെ അഴിമതി പണമായി പിടിച്ച് സർക്കാരിൽ വച്ചിരിക്കുന്നത് ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ്. നോട്ടിൻ്റെ മലയാണ്. ഇതൊക്കെ വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത്രയും അഴിമതി പണം പിടിച്ചെടുത്തുവെങ്കിൽ അത്രത്തോളം കേസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാണല്ലോ അർത്ഥം. അതായത് ഇവിടെ അഴിമതികൾ തടയപ്പെടുന്നുണ്ട്. 1.5 ലക്ഷം കോടി രൂപയാണ് ED അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അന്വേഷണ ഏജൻസികൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത്രയും പണം നമുക്ക് കൃത്രിമമായി സൃഷ്ടിച്ച് കാണിക്കാൻ കഴിയില്ലല്ലോ. അതായത് ഉദാഹരണമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലപാതകിയെ രക്തം പുരണ്ട കത്തിയോടെ കൈയോടെ പിടിച്ചിട്ടും അയാൾ കൊലപാതകിയല്ല എന്ന് പറയുന്നത് പോലെയാണിത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ പല അഴിമതിക്കാരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കാം. പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അമർസിംഗ് ചൗധരി അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിക്കെതിരെ എനിക്ക് പലതും പറയാനുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരിക്കലും അഴിമതി ആരോപണം ഉന്നയിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വെറുമൊരു നേതാവല്ല, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും ഞാൻ തയ്യാറല്ലെന്ന്. അതാണ് എൻ്റെ ട്രാക്ക് റെക്കോർഡ്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഗുജറാത്തിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇപ്പോഴത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് 250 ജോഡി വസ്ത്രങ്ങളുണ്ട് എന്നായിരുന്നു ആരോപണം. അതേ ദിവസം തന്നെ വൈകിട്ട് എനിക്കൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അത്രയും വസ്ത്രങ്ങളുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ എനിക്ക് ജനങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് 250 ജോഡി വസ്ത്രങ്ങളുള്ള മുഖ്യമന്ത്രി വേണോ, അതോ സാധാരണക്കാരായ നിങ്ങളുടെ 250-ലധികം ഏക്കർ അടിച്ചു മാറ്റിയ നേതാക്കളെ മുഖ്യമന്ത്രിയെ വേണോ, അതോ നിങ്ങളുടെ പണം മോഷ്ടിച്ചു കൊണ്ടുപോയി 250 കോടി രൂപ നിക്ഷേപിച്ച നേതാക്കളെ മുഖ്യമന്ത്രിമാരായി വേണോ? ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് 250 ജോഡി വസ്ത്രമുള്ള മുഖ്യമന്ത്രിയെ മതിയെന്ന്. അതിനുശേഷം കോൺഗ്രസ് ഗുജറാത്തിലെങ്കിലും എനിക്കെതിരെ ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഉന്നയിച്ചിട്ടില്ല. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ ഭരണകാലത്തിന് മുമ്പ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമായിരുന്നു കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നൊക്കെ. ഇപ്പോൾ വർഷങ്ങളായി ഈ സർക്കാരിൻ്റെ കാലത്ത് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നൊരു വാർത്ത പോലും കേൾക്കാറില്ല. മുമ്പൊക്കെ എല്ലാ മാസങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. ഈ കരിഞ്ചന്തയിൽ നിന്നും പൂഴ്ത്തിവെപ്പിൽ നിന്നും നമ്മുടെ നാടിന് മോചനം ലഭിച്ചതുപോലെ തന്നെ തീർച്ചയായും ഈ അഴിമതിയിൽ നിന്നും ഈ നാടിന് പൂർണ്ണമായും മോചനം ഉണ്ടാകുന്ന ഒരു കാലം വരും. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. തീർച്ചയായും അതിനെതിരെ ഞങ്ങൾ കൃത്യമായ ആക്ഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ ഒന്നും വിധി പറയാൻ ഞാൻ മജിസ്ട്രേറ്റുമല്ല, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസുമല്ല. ഒരു ഭരണത്തലവൻ എന്ന നിലയിൽ എനിക്ക് ചില നിർദ്ദേശങ്ങളാണ് കൊടുക്കാൻ കഴിയുക. എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിയന്ത്രിക്കാനാണ് കഴിയുക. അത് കൃത്യമായി ഞാനും എൻ്റെ സർക്കാരും ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ സർക്കാരും അഴിമതിയുടെ കാര്യത്തിൽ 0 ടോളറൻസ് എന്നുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അർണ പറയുന്നുണ്ട് 0 കോംപ്രമൈസ്. അങ്ങനെയല്ല, കോംപ്രമൈസ് എന്നൊരു വാക്കേ എൻ്റെ നിഘണ്ടുവിലില്ല. കോംപ്രമൈസിന് വേണ്ടി ആരെങ്കിലും എൻ്റെ വാതിലിൽ മുട്ടിയാൽ അവരെ ഓടിച്ചുവിട്ട ചരിത്രം മാത്രമേ എനിക്കുള്ളൂ. ഞാനും എൻ്റെ സർക്കാരും 0 ടോളറൻസ്, ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതുതന്നെയാണ് ഞങ്ങളുടെ നയം. ഒരു ഭരണത്തലവൻ എന്ന നിലയിൽ അഴിമതി ഇല്ലാതാക്കാൻ വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നാൽ പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കണം. തീർച്ചയായും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സർക്കാർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം വഴി 36 ലക്ഷം കോടി രൂപയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് ഈ സർക്കാർ നേരിട്ട് നൽകിയത്. മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത് 100 പൈസ താഴേക്ക് ജനങ്ങൾക്ക് കൊടുത്താൽ അതിൽ 15 പൈസ മാത്രമേ ജനങ്ങളിൽ എത്തുള്ളൂ എന്നാണ്. 85 പൈസ നഷ്ടമാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇടനിലക്കാർ കൊണ്ടുപോകുമായിരുന്നത്. ഇപ്പോൾ എൻ്റെ സർക്കാർ ഇടനിലക്കാരില്ലാതെ 36 ലക്ഷം കോടി രൂപ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് നൽകിയിരിക്കുന്നു. രാജീവ് ഗാന്ധി പറഞ്ഞിരുന്ന പോലെ 100 പൈസയിൽ 15 പൈസ മാത്രമേ ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുകയുള്ളായിരുന്നുവെങ്കിൽ 36 ലക്ഷം കോടി രൂപയിൽ എത്ര ലക്ഷം കോടി രൂപ ഇടനിലക്കാർ കൊണ്ടുപോകുമായിരുന്നു? പക്ഷേ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഈ 36 ലക്ഷം കോടി രൂപയും സാധാരണക്കാർക്ക് ലഭിച്ചു. ഇത് കേവലം ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഉണ്ടായ മാറ്റമല്ല. ആദ്യം ഇതിന് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണ്ടിയിരുന്നു. ജൻധൻ യോജന എന്നൊരു പദ്ധതി തുടങ്ങി 2 ദിവസം കൂടുന്തോറും ധനമന്ത്രിയുമായും ഈ നാട്ടിലെ ബാങ്ക് മാനേജരുമായും ഉദ്യോഗസ്ഥരുമായും മീറ്റിംഗ് വിളിച്ച് അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് നൽകിയത്. അതിനുശേഷം ആധാർ കാർഡ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ തുടങ്ങി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്,
എൻ്റെ സർക്കാർ വന്നതിന് ശേഷമാണ് ആധാറിനെതിരെ പോലും എത്ര കേസുകളാണ് വന്നത്. അതായത് സുതാര്യമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ എനിക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ കാലത്തുണ്ടായ സാധനമാണ് ഈ ആധാർ. പക്ഷേ അന്ന് അവർക്കാർക്കും കോടതിയിൽ പോകണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്ന് തീരുമാനമെടുത്തപ്പോൾ അവർ ആധാറിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ ഞാൻ വ്യതിചലിച്ചില്ല, മുന്നോട്ട് തന്നെ പോയി. അതിനുശേഷം ഞാൻ അക്കൗണ്ടിനെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാനും തീരുമാനിച്ചു. ഇത് കൃത്യമായ പ്ലാനോടുകൂടി തന്നെ ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ മൂന്നും ലിങ്ക് ചെയ്യുക വഴി ഈ രാജ്യത്ത് വളരെ വലിയൊരു ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായി. അതുമാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, കച്ചവടക്കാർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് വളരെ പെട്ടെന്ന് അവർക്ക് വിൽക്കാനും കഴിയുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ഡിജിറ്റൽ വിപ്ലവത്തിന് കാരണമായത് ഈ ചിന്തയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നത് പോലും QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ നാട്ടിൽ ധനക്രയവിക്രയങ്ങൾ കൂടുതൽ സുതാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ ഇലക്ഷന് പോലും സുപ്രീം കോടതി പോലും പറഞ്ഞു 20,000 രൂപ വരെ പണമായി നമുക്ക് സംഭാവന സ്വീകരിക്കാമെന്ന്. പക്ഷേ ഞാൻ നിർബന്ധം പിടിച്ചു 2,000 അല്ലെങ്കിൽ 2,500 രൂപയിൽ കൂടുതൽ പണമായി കൈമാറ്റം ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. 2016 1000-ൻ്റെ നോട്ട് നിരോധിച്ചു, 500 നോട്ട് നിരോധിച്ചു. ഇപ്പോൾ 2000 നോട്ടും പുതുതായി അച്ചടിക്കുന്നില്ല, മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് ചെയ്തത്? തീർച്ചയായും വലിയ വലിയ നോട്ടുകൾ മാർക്കറ്റിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയാണ്. അത് അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം നോട്ട് കെട്ടുകളുടെ മലയാണ് പലയിടത്തുനിന്നും നമുക്ക് റെഡി ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതില്ലാതാക്കാൻ തന്നെയാണ് മനഃപൂർവ്വം ഇത് ചെയ്തത്. അതുപോലെ തന്നെ സർക്കാരിന് വിവിധ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അത് പൂർണ്ണമായും സുതാര്യമാക്കി മാറ്റി. ജാം പോർട്ടൽ വഴിയാണ് ഇന്ന് രാജ്യത്തെ എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പോലും അവരുടെ പ്രൊഡക്റ്റുകൾ സർക്കാരിന് വിൽക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ സുതാര്യമായിട്ടാണ് ജാം പോർട്ടൽ സംവിധാനം ഇന്ന് രാജ്യത്തുള്ളത്. അതിൽ നിന്ന് തന്നെ ഈ രാജ്യത്തിന് എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുമോ? പ്രധാനമന്ത്രിജി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ സാം പിത്രോഡ നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഗത്തും ജീവിക്കുന്ന ജനങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കൻസാണ്, ഗുജറാത്ത് മേഖലയിലുള്ളവർ അറേബ്യകളുടെ പിന്തുടർക്കാരാണ്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ളവർ ചൈനക്കാരുടെ പിന്തുടർയാണ്. ആ രീതിയിൽ ഭാരതീയരെ വളരെ മോശമായി ആക്ഷേപിച്ചത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രീതിയിൽ സംസാരിച്ചതിൽ എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായും സാം പിത്രോഡയുടെ അഭിപ്രായത്തിൽ താങ്കൾ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ആളാണ്, അതുകൊണ്ട് താങ്കൾ ചൈനീസാണ്, ഞാൻ ഗുജറാത്തിലുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അറബിയാണ്. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഭൂപ്രദേശത്തിൻ്റെ പേരിലുമൊക്കെ ജനങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വ്യക്തമായി മനസ്സിലാകും. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം വേദന ഉണ്ടാക്കും എന്നും എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ കോൺഗ്രസ്സിന് അതറിയില്ല. ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. തീർച്ചയായും വളരെ വലിയ വാർത്തയായതുകൊണ്ട് സാം പിത്രോഡയെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ കൂടി നയമാണ്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, സാം പിത്രോഡ ഇത് പറയുന്നതിന് ഏതാണ്ട് 5 ദിവസം മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിൽ കോൺഗ്രസിൻ്റെ തന്നെ അഭിപ്രായമായി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. തീർച്ചയായും ഈ രാജ്യത്തെ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അത് മാത്രമാണ് അവരുടെ ചിന്ത. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട്. പറഞ്ഞാലും തീരാത്തത്ര തരത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 5 ദിവസം മുമ്പ് കോൺഗ്രസിൻ്റെ മീറ്റിംഗ് കൂടി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞത്, ഈ നാട്ടിലെ പരീക്ഷകളിൽ, പ്രത്യേകിച്ചും UPSC ആണെങ്കിലും IAS ആണെങ്കിലും സ്കൂളിലെ ആണെങ്കിലും കോളേജിലെ ആണെങ്കിലും യൂണിവേഴ്സിറ്റികളിലെ ആണെങ്കിലും ഒക്കെയുള്ള പരീക്ഷകളിൽ സവർണരാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ അവർണരെ തോൽപ്പിക്കാൻ ശ്രമിക്കും, സവർണരെ ജയിപ്പിക്കാൻ ശ്രമിക്കും. ദളിത് SC OBC ആളുകളാണ് പേപ്പർ നോക്കുന്നതെങ്കിൽ അവർ സവർണരായി കരുതുന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തോൽപ്പിക്കാൻ ശ്രമിക്കും. ഏത് രീതിയിലുള്ള മെസ്സേജാണ് ഇവർ ഈ രാജ്യത്തിന് കൊടുക്കുന്നത്? തീർച്ചയായും അവരുടെ മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ മധുരത്തിൽ പൊതിഞ്ഞ് ഈ രീതിയിൽ പറഞ്ഞു. സാം പിത്രോഡ കുറച്ചുകൂടി ഓപ്പണായിട്ട് പറഞ്ഞു. അതുമാത്രമാണ് വ്യത്യാസം. ഈ നാട്ടിലെ എല്ലാ സംസ്ഥാനത്തെയും ജാതി, മതം, നിറം, ലിംഗം എല്ലാത്തിൻ്റെയും പേരിൽ വിഭജിക്കാനാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെയും എൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യം എങ്ങനെ ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നിർമ്മിച്ചപ്പോൾ ഞാനതിന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് പേരിട്ടത്. കാരണം ഐക്യം ഞങ്ങൾക്ക് പ്രധാനമാണ്. 1991 കാശ്മീരിലേക്ക് ഞാനും അദ്വാനിജിയും യാത്ര നടത്തിയപ്പോൾ അതിന് ഏക്താ യാത്ര എന്നാണ് പേരിട്ടത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ നിൽക്കുന്ന ആ പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തിൻ്റെ പേര് മാറ്റി ഞാൻ അതിന് ഏക്താ നഗർ എന്നാണ് പേരിട്ടത്.
അതുപോലെ തന്നെ എൻ്റെ സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് എല്ലാ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനത്ത് ഏക്താ മോൾ എന്നൊരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കണമെന്ന്. ലക്നൌവിൽ മറ്റ് പല സംസ്ഥാനത്തും അത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തെയും ഭക്ഷണം, എല്ലാ സംസ്ഥാനത്തെയും വസ്ത്രം, എല്ലാ സംസ്ഥാനത്തിൻ്റെയും കൾച്ചർ അനുസരിച്ച് അവർ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ അങ്ങനെ ലഭിക്കുന്ന ഒരു കുടക്കീഴിൽ എല്ലാ സംസ്ഥാനത്തും അത് ലഭിക്കും. അതായത് ലക്നൗ മാളിൽ ഞാൻ പോയപ്പോൾ എനിക്കവിടെ കേരളത്തിലെ ഭക്ഷണം കിട്ടും, നാഗാലാൻഡിലെ കരകൗശല വസ്തുക്കൾ കിട്ടും. ഇങ്ങനെയുള്ള ആശയങ്ങൾ വഴി അവരെ ഒരുമിപ്പിക്കാനാണ് ഞാനും എൻ്റെ സർക്കാരും ശ്രമിക്കുന്നത്. ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തെയും എല്ലാ ഭൂപ്രദേശത്തെയും ആളുകൾ ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. പക്ഷേ കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നത് അവരെ എപ്പോഴും തമ്മിൽ തല്ലിക്കുക, ഏതൊക്കെ രീതിയിൽ വിഘടിപ്പിക്കാൻ കഴിയുമോ അതിനുവേണ്ടി മാത്രമാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു രീതിയിലും ഒരാളെ അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും കറുപ്പിൻ്റെ പര്യായമാണ്. ഭഗവാൻ പരമശിവനും കറുപ്പ് തന്നെയാണ്. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, കോൺഗ്രസിനുള്ളിലുള്ള ആളുകൾക്ക് പോലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ പോക്കിൽ അതൃപ്തിയുണ്ട്. ഇപ്പോൾ എത്ര നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നത്? അവരിൽ പല നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് മനം മടുത്തിട്ടാണ് അവർ ആ പാർട്ടി വിട്ടതെന്ന്. എന്തിന്? ഇപ്പോഴും കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ലോക്സഭയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ വളരെ വിഷമമുണ്ട്. കോൺഗ്രസ് മാവോവാദികളുടെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. തികച്ചും വർഗീയമായ തരത്തിലേക്ക് അവരുടെ ചിന്താഗതികൾ മാറിയിരിക്കുന്നു. എനിക്കതിൽ വിഷമമുണ്ട് എന്ന് ഇപ്പോഴും കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ ഉള്ളിൽ പോലും അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധം കോൺഗ്രസിൻ്റെ ചിന്താഗതി പൂർണ്ണമായും മാറിയിരിക്കുന്നു. അവരുടെ അസ്തിത്വം തന്നെ അവർ ആർക്കൊക്കെയോ പണയം വെച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ വളരെ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ഒരു പ്രധാനമന്ത്രി നിലയിൽ അത്രയും ദേഷ്യം കാണിക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ നാടിനെയും ജനങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള, ഇത്രയും വർഷം ഈ രാജ്യം ഭരിച്ച ഒരു പാർട്ടി, അതിലെ നേതാക്കൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ദേഷ്യം വരില്ലേ? കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ സ്വത്ത് വീതം വെക്കുന്നതിനെ കുറിച്ച് താങ്കൾ നടത്തിയ പ്രസ്താവന വളരെ വ്യാപകമായ രീതിയിലാണ് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടത്. അതിനെതിരെ പരസ്യമായി ഖാർഗെജി ലെറ്റർ എഴുതുകയും ചെയ്തു, അവരുടെ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഇല്ല എന്ന്. പക്ഷേ ഇന്നലെ ഇന്ത്യ അലയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് രാജ്യത്താകെ മുസ്ലിം റിസർവേഷൻ കൊണ്ടുവരണമെന്നാണ്. അതായത് OBCയിലേക്ക് മുസ്ലിം വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് പ്രത്യേക സംവരണം നൽകി സംരക്ഷിക്കണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തെ OBCയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുമെന്നുള്ളത് ഇന്ത്യ അലയൻസിൻ്റെ തീരുമാനം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുവിനെ കുറിച്ച് സംസാരിക്കാത്തത്? പൂർണ്ണമായും അവരെ ഒഴിവാക്കിയിട്ട് ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റിലേക്ക് മാത്രമായി കോൺഗ്രസ് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? ഭാരതത്തിന് ആരൊക്കെ എതിർത്താലും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച ഒരു മുദ്രാവാക്യമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത്. 2019 എൻ്റെ രണ്ടാം ടൈമിൽ ഞാനതിൽ സബ്കാ വിശ്വാസ് കൂടി കൂട്ടിച്ചേർത്തു. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അതിൽ ഞാൻ പ്രയാസ് കൂടി കൂട്ടിച്ചേർത്തു. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ്. ഈ രീതിയിൽ രാജ്യത്തെയും ഈ നാട്ടിലെ ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ സർക്കാരും പ്രവർത്തിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശം അതല്ല. ഈ നാട്ടിലെ ജാതി മത വിഭാഗത്തെ എങ്ങനെയൊക്കെ വിഘടിപ്പിച്ച് അതിൽ ആരെയൊക്കെ കൂടെ നിർത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ചിന്ത. എൻ്റെയും എൻ്റെ സർക്കാരിൻ്റെയും നയമെന്നത് സർക്കാരിൻ്റെ കാര്യപരിപാടികളിൽ, പ്രോഗ്രാമുകളിൽ, പദ്ധതികളിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും വിവേചനവും പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ ലിംഗത്തിൻ്റെയോ പേരിൽ ഒരു തരത്തിലും ഒരു വിവേചനവും സർക്കാരിൻ്റെ ഒരു പദ്ധതികളിലും പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നയം. വന്ന് നമ്മുടെ രാജ്യത്ത് ചില രാഷ്ട്രീയ കക്ഷികൾ മനഃപൂർവ്വം ഭൂപ്രദേശത്തിൻ്റെ പേരിൽ പോലും വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ആ രീതിയിലുള്ള വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സർക്കാരിൽ തന്നെ പല മന്ത്രിമാരും പല ജില്ലകളെയും പിന്നോക്ക ജില്ലകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ വിളിക്കാൻ പാടില്ല, അവരെ ഞാൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് വിളിക്കുന്നതെന്ന്. അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുത്ത് അത്തരം ജില്ലകളിലേക്ക് വികസനം എത്തിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. അവരെ പിന്നോക്ക ജില്ലകളെന്ന് വിളിക്കുന്നതിൽ പോലും എനിക്ക് താല്പര്യമില്ല. ആ രീതിയിൽ പോലും ഒരു വ്യത്യാസം ഒരു സ്ഥലത്തോടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു മരുന്ന് ഷോപ്പ് പോലും, ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ലാത്ത ജില്ലകളുണ്ടായിരുന്നു ഈ നാട്ടിൽ. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞ്
ആ വോട്ട് ബാങ്ക് കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ്. മൻമോഹൻ സിംഗ് തന്നെ ഞാൻ കൂടിയിരിക്കുന്ന സഭയിൽ പറഞ്ഞതാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ പ്രഥമാവകാശി മുസ്ലിങ്ങളാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരുടെ മാനിഫെസ്റ്റോയും അവരുടെ പ്രധാനമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും പ്രസംഗവും അവരുടെ പഴയകാല പ്രവർത്തനങ്ങളും വിലയിരുത്തി തന്നെയാണ് ഞാൻ പറഞ്ഞത് അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണെന്ന്. കോൺഗ്രസിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. കർണാടകയിൽ ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഈ മുസ്ലിം ജനവിഭാഗത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടി മുസ്ലിം ജനവിഭാഗത്തിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംവരണം കൊടുക്കുന്നതിന് വേണ്ടി അവരെ OBCയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് രാത്രിക്ക് രാത്രി ഞങ്ങൾ വന്നതിന് ശേഷമാണ് ആ നിയമം എടുത്തു മാറ്റിയത്. മുൻപ് ആന്ധ്രയിലും ഇവർ ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. അത് അന്ന് സുപ്രീം കോടതി ഇടപെട്ടാണ് അത് റദ്ദാക്കിയത്. അതായത് കോൺഗ്രസിൻ്റെ നയം കാലങ്ങളായി ഇത് തന്നെയാണ്. അവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള സമൂഹത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ നാടിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ അത് എഴുതുന്നതിന് മുമ്പേ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് തന്നെയാണ് തീരുമാനിച്ചത് ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ സംവരണം ഉണ്ടാകാൻ പാടില്ല എന്നത്. അതേസമയം തന്നെ ദളിത് വിഭാഗത്തിനും ആദിവാസികൾക്കും സംവരണം നൽകണമെന്ന് തീരുമാനിച്ചതും ഇതേ ഭരണഘടന ഉണ്ടാക്കിയ ഇന്നത്തെ ആളുകൾ സവർണർ എന്ന് വിളിക്കുന്ന നെറ്റിക്ക് കുറിയൊട്ട ആളുകളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ നയവും എൻ്റെ സർക്കാരിൻ്റെ തീരുമാനവും. ഈ കോൺഗ്രസ് തന്നെ എത്ര കാലം ഈ രാജ്യം ഭരിച്ചിരുന്നതാണ്. അവർക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചിരുന്ന സമയത്ത് പോലും അവർ ഈ തരത്തിൽ മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുപോയി ശ്രമിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? അന്നത്തെ കോൺഗ്രസ്സിന് കുറച്ചുകൂടി മൂല്യമുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ആ ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് അവർ തരം താണിരിക്കുന്നു. അതാണ് അപകടകരം. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA ഉള്ളത് ആർക്കാണ്? BJPക്കാണ്. പട്ടികജാതി MP ഉള്ളത് ആർക്കാണ്? BJPക്കാണ്. പട്ടികവർഗ MLAമാർ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? BJPക്കാണ്. പട്ടികവർഗ MPമാർ, പട്ടികജാതി പട്ടികവർഗ മന്ത്രിമാർ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാരുള്ളത്, OBC MLAമാരുള്ളത്, MPമാരുള്ളത് എല്ലാം BJPക്കാണ്. അതായത് കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അതുകൂടാതെ കഴിഞ്ഞ 10 വർഷത്തിൽ എൻ്റെ സർക്കാർ നടത്തിയ ഗരീബ് കല്യാൺ യോജന പദ്ധതികൾ പ്രകാരം ഈ രാജ്യത്തെ സാധാരണക്കാർ പാവപ്പെട്ടവരെല്ലാം തന്നെ എന്നോടൊപ്പമാണ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നരേന്ദ്രമോദി ഭരിച്ചാൽ അവർക്കുണ്ടാകുന്ന നേട്ടം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒലിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ ആരെയാണ് മോദിയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തി അവരുടെ പക്ഷത്ത് ചേർക്കാൻ പറ്റുന്നത്? അവർക്ക് വേണ്ടി അവർ ഇപ്പോൾ അവരുടെ നയങ്ങൾ പൂർണ്ണമായി മാറ്റിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ നാട് ഭരിച്ച കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഈ മതപരമായ സംവരണം ഏർപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നത്? അന്നത് അവർ ചെയ്തില്ലല്ലോ. ഇതും എന്തുകൊണ്ടാണ് ഈ പ്രീണിപ്പിക്കുന്നതെന്ന് അറിയുമോ? സാധാരണ ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനത്തെയും പ്രാദേശിക കക്ഷികളുടെ കൂടെയായിരുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെയുള്ള പ്രാദേശിക കക്ഷികളുടെ കൂടെയാണ് ശരിക്കും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രാദേശിക കക്ഷികളുടെ വോട്ട് ബാങ്കായ ഈ മുസ്ലിം വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി രാജ്യവ്യാപകമായി മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകമായ സംവരണം തരാം, അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കാം, ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രാദേശിക പാർട്ടികളെ ക്ഷയിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ കാരണം BJP ഒരിക്കലും ക്ഷയിക്കാൻ പോകുന്നില്ല. പ്രാദേശിക പാർട്ടികളെ ക്ഷയിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് കൂടി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകി ഒരു പ്രധാന പ്രതിപക്ഷമാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ തന്ത്രങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിന്ദു മുസ്ലിം വിഭജനം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണെന്നാണ്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഈ വിഷയം കൊണ്ടുവന്നത് ഞാനല്ല. നിങ്ങളുടെ നയപരിപാടികളിൽ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും വിഘടിപ്പിക്കുന്ന രീതിയിൽ പ്രത്യേകമായി കാണുന്ന രീതിയിൽ നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അതിനെനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലെ അപകടം ജനങ്ങളെ മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരിക്കലും മുസ്ലിം വിരുദ്ധനല്ല, ഞാൻ മുസ്ലിങ്ങൾക്കെതിരുമല്ല. ഞാൻ ചെയ്യുന്നത് ഈ നാട്ടിൽ മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ്, സെക്യുലർ ആണെന്ന പേര് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിച്ച് ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അതും ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ വൃത്തികേടുകളെ തുറന്നു കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണല്ലോ തമിഴ്നാട്ടിലെ DMK. അവർ തമിഴ്നാടിനെക്കുറിച്ചും തമിഴ് കൾച്ചറിനെക്കുറിച്ചും ആ ഭാഷയെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും
ഘോരം പ്രസംഗിക്കുന്ന ആളുകളാണ്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് സാം പിത്രോഡ ഇന്നലെ അവരെ വിളിച്ചത് ആഫ്രിക്കൻ വംശജരുടെ പിൻഗാമികളെന്നാണ്. അതിൽ അവർക്കൊരു വേദനയുമില്ലേ? DMKക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം തമിഴ് പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന നിങ്ങളെയാണ് ആഫ്രിക്കൻസ് എന്നവർ വിളിച്ചത്. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് വളരെ വിശദമായി റിപ്പബ്ലിക് ന്യൂസ് വാർത്ത കൊടുത്തിരുന്നു. ഒരു മാസം ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. താങ്കൾ എപ്പോഴും വികസിത ഭാരതത്തെക്കുറിച്ച് പറയുന്നു. തീർച്ചയായും അതിൽ ബംഗാളും ഉൾപ്പെടുമല്ലോ. അവിടെ നടക്കുന്ന ഈ അക്രമങ്ങളെക്കുറിച്ച്, വികസിത ബംഗാളിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? തമിഴ്നാടും ബംഗാളും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം നോക്കിയാലും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. എത്ര നല്ല നേതാക്കന്മാരെ സംഭാവന ചെയ്ത പ്രദേശമാണ്. ഇന്ന് ആ നാടിൻ്റെ ഗതി ആലോചിച്ചു നോക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 30 വർഷമാണ് ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചത്. ആ സമയത്ത് ഇടതുപക്ഷം ചെയ്ത ക്രൂരതകളെക്കുറിച്ച് നിയമസഭയിൽ സംസാരിച്ച് ജനങ്ങളുടെ പിന്തുണ നേടിയാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും അധികാരത്തിൽ വന്നത്. നിയമസഭയിൽ മമതാ ബാനർജി എന്തൊക്കെയാണോ ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞിരുന്നത്, ഇന്ന് അതേ കാര്യങ്ങളാണ് തൃണമൂലിനും മമതാ ബാനർജിക്കുമെതിരെ BJPക്ക് ബംഗാളിൽ പറയേണ്ടി വരുന്നത്. അന്ന് ഇടതുപക്ഷത്തിനെതിരെ മമതാ ബാനർജി പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജി ജനങ്ങളോട് ചെയ്യുന്നത്. വളരെ ക്രൂരതയാണ് ജനങ്ങളോട് ചെയ്യുന്നത്. ഇന്ന് ബംഗാൾ ഭരിക്കുന്നവർ തന്നെ ക്രിമിനലുകളായി മാറിയിരിക്കുന്നു. ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ സന്ദേശ് ഖാലി ഉണ്ടല്ലോ, ബംഗാളിൻ്റെ മുഴുവൻ ചിത്രം എടുത്താൽ വളരെ ചെറിയൊരു ചിത്രം മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞത് സന്ദേശ് ഖാലിൽ നടക്കുന്ന ചെറിയ കാര്യമാണെന്നല്ല, പക്ഷേ ബംഗാളിൽ ആകെ നടക്കുന്ന വിഷയങ്ങൾ എടുത്താൽ സന്ദേശ് ഖാലി എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാണ്. തീർച്ചയായും വളരെ വലിയ ദ്രോഹമാണ് ഇവിടെ നടക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള പ്രധാനമന്ത്രി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുകയില്ല. ശരിക്കും പറഞ്ഞാൽ ബംഗാൾ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനമല്ല എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു നിയമവും ഒരു അന്വേഷണ ഏജൻസിയും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. ഇപ്പോൾ തന്നെ അധ്യാപക നിയമനത്തിൽ വലിയ അഴിമതി നടന്നു. അതിനെതിരെ അന്വേഷണ ഏജൻസികൾ നോട്ട് കെട്ടുകളുടെ മലയാണ് അവിടുന്ന് കണ്ടെത്തിയത്. നോട്ട് എണ്ണി യന്ത്രം പോലും തകരാറിലാകുന്ന തരത്തിലുള്ള നോട്ട് കെട്ടുകളുടെ മലയാണ് അവിടുന്ന് അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ടും ആ സർക്കാർ അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഒരു സാധാരണ കാര്യം എന്ന പോലെയാണ് അവർ പ്രതികരിക്കുന്നത്. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപകടകരമായ അവസ്ഥയിലാണ്. ഞാനിത് കേവലം ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്നില്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ചില പ്രദേശങ്ങളിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റെല്ലാ രാജ്യത്തും ആ പ്രശ്നമുണ്ടാകുന്ന ഭാഗം ഭരിക്കുന്ന സർക്കാരുകൾ അതിൽ ദുഃഖിക്കും, വിഷമിക്കും, അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവിടം ഭരിക്കുന്നവർ അതൊരു തെറ്റായി പോലും അംഗീകരിക്കുന്നില്ല. ഏതാണ്ട് 30-35 വർഷം ഇടതുപക്ഷവും 15-20 വർഷം തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഭരിച്ച് ആ സംസ്ഥാനത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഒരു വികസനവും അവിടെ നടക്കുന്നില്ല. ഒരു കമ്പനിയും ബംഗാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഒരു വ്യവസായം അവിടേക്ക് വരുന്നില്ല. അവിടെ രാഷ്ട്രീയം നടക്കുന്നുണ്ട്, പക്ഷേ അവിടുത്തെ സാധാരണക്കാർ പട്ടിണിയിലാണ്, ദുരിതത്തിലാണ്. അവിടെ തീർച്ചയായും മാറ്റമുണ്ടാകേണ്ടതുണ്ട്. എത്രയോ മഹാനുഭാവന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്താണെങ്കിലും അതിനുശേഷമാണെങ്കിലും എത്ര വലിയ വ്യവസായങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കൊൽക്കത്ത. ആ നാടിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്.